മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ബി.ജെ.പി. പ്രതിഷേധം. കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വളരെ സമാധാനപരമായിട്ട് പ്രകടനം നടത്തിയ അല്ലെങ്കിൽ റോഡ് ഉപരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറിയിട്ട് ആ ലാത്തി കൊണ്ട് കുത്തിയ ആ പോലീസുകാര് ഞങ്ങള് ആരൊക്കെയാണ് എന്നുള്ളത് പേരുൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. സലീഷ് എന്നുള്ള ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ള ആളുകള് ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ ഇതിന്റെ ഇരട്ടി ശക്തിയോടുകൂടി ഈ സൂചനാ സമരത്തിന് ശേഷവും ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ബി.ജെ.പിയും കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? നേതാക്കൾ എന്ത് പറയുന്നു? ഏകദേശം ഒരു മണിക്കൂറിലധികമായി തടസ്സപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ മാർച്ച് പോലീസ് കല്ലൂർ താലൂക്കിന് സമീപത്ത് വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യം 2 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ കൂട്ടത്തോടെ ആളുകളുകൊണ്ട് പോലീസ് ബസ് എത്തി നിൽക്കുന്നതിനിടയിലാണ് ബസ്സിലേക്ക് കയറ്റി കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് കുത്തിയെന്ന് പറയുന്നത്. ആ ബസ് നീങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും അതിനുശേഷം പോലീസിന്റെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തടഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം അടുത്ത സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ആശുപത്രിയുടെ അടച്ചു വെച്ചാണ് ഗതാഗതം പറഞ്ഞ് ഈ ഇതിലേക്ക് സമർപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഗതാഗതം തടഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വഴി എത്തിയിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കണം, കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കണമെന്ന ആവശ്യമാണ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ലാത്തി ഉപയോഗിച്ചത്. സനീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ലാത്തി ഉപയോഗിച്ച് കുത്തി എന്ന ആരോപണം വന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ പോലീസ് വാഹനത്തിൽ ഇവിടുന്ന് മാറ്റുകയും ചെയ്തതാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമരക്കാർക്ക് അങ്ങോട്ട് പോകുന്നതിന് ഈ റോഡിന്റെ ഏകദേശം 100 മീറ്റർ അടുത്ത് വെച്ചാണ് ഈ ഗതാഗതം വഴിതിരിച്ചു വിട്ടിരുന്നത്. ആ ഗതാഗതം വഴിതിരിച്ചിട്ടുള്ള പ്രദേശത്ത് നിന്ന് ഇപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗതാഗത കുരുക്കിന് കാരണമാകും. എന്തായാലും പ്രവർത്തകരെ അന്വേഷിച്ച് പറഞ്ഞു വിടുന്നതിനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും 1 മണിക്കൂറിലേറെയായി ഈ പ്രധാന റോഡ് തടസ്സപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. ശക്തമായ സമരം തന്നെയായിരുന്നു ബി.ജെ.പി. നടത്തിയത്. എന്തായാലും പ്രവർത്തകരെ അന്വേഷിക്കാനുള്ള ശ്രമം തന്നെ നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി സിജോ.